ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 10th പ്രിലിംസിൻ്റെ സിലബസ് ബേസ്ഡ് ക്ലാസ്സുകളാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ സ്റ്റഡി പ്ലാൻ പ്രകാരം സിലബസ് കംപ്ലീറ്റ് ആക്കി പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഡിസംബറിൽ എക്സാം തുടങ്ങുകയാണ് 10th പ്രിലിംസിൻ്റെ. അതിന് മുന്നോടിയായിട്ട് നമ്മുടെ പഠനം കൂടുതൽ എഫക്റ്റീവ് ആക്കാൻ വേണ്ടിയിട്ട് സിലബസ് ബേസ്ഡ് പഠനത്തോടൊപ്പം തന്നെ നമ്മൾ ഡെയിലി 10th പ്രിലിംസിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും കൂടി പഠിച്ചു പോകാനായിട്ട് ഇന്നത്തെ ക്ലാസ് മുതൽ തുടങ്ങുകയാണ്. അതായത് നമുക്കറിയാം PSCയിൽ ഭയങ്കര വലിയൊരു മാറ്റം വന്നതായിരുന്നു 10th പ്രിലിംസ് പരീക്ഷകൾ കൊണ്ടുവന്നത്. 2021 മുതലാണ് അങ്ങനെ ചരിത്രപ്രസിദ്ധമായ ഒരു സംഭവം നമ്മുടെ PSCയിൽ നടക്കുന്നത്. ഈ 2021 മുതൽ റീസെൻ്റായിട്ട് 2024 വരെ നടന്നിട്ടുള്ള എല്ലാ 10th ലെവൽ പ്രിലിംസിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും നമ്മളൊരു സീരിയസ് ആയിട്ട് കംപ്ലീറ്റ് ചെയ്യാനായിട്ടാണ് പോകുന്നത്. ഇന്ന് ക്ലാസ് 1 ആണ്. ഇന്ന് മുതൽ എല്ലാ ദിവസവും വൈകുന്നേരങ്ങളിൽ 10th പ്രിലിംസിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ്റെ ഒരു ക്ലാസ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ സിലബസ് ബേസ്ഡ് പഠനത്തോടൊപ്പം തന്നെ നിങ്ങൾ വൈകുന്നേരങ്ങളിൽ ഈ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും കൂടി പഠിച്ചു പോവുക. വളരെ കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ എക്സാമിന്. അപ്പം അതിന് മുന്നോടിയായിട്ടാണ് നമ്മളിങ്ങനെ പ്രീവിയസ് ഇയറും കൂടെ ചെയ്തു പോകുന്നത്. അത് നിങ്ങൾക്ക് കൂടുതൽ പെട്ടെന്ന് തന്നെ സിലബസ് കവർ ചെയ്യാനും ഒരു റിവിഷൻ മോഡൽ പോലെ ക്വസ്റ്റ്യൻസ് എങ്ങനെ വരുന്നു എന്നുള്ളതിനെപ്പറ്റി നിങ്ങൾക്കൊരു ഏകദേശ ധാരണ കിട്ടും. ചിലപ്പോൾ പ്രീവിയസ് ഇയറിൽ ക്വസ്റ്റ്യൻസൊക്കെ നിങ്ങൾ 10th പ്രിലിംസിൻ്റെ ചെയ്ത് നോക്കിയിട്ടുണ്ടാവും. അഥവാ ഇനി പുതിയതായിട്ട് എക്സാം തുടങ്ങുന്ന തുടക്കക്കാർക്കും അതുപോലെ തന്നെ നേരത്തെ 10th ലെവൽ പ്രിലിംസ് പരീക്ഷകൾ എഴുതിയിട്ടുള്ളവരുണ്ടായിരിക്കും. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു റിവിഷൻ ബേസ്ഡ് ക്ലാസ് ആയിട്ടാണ് പോകുന്നത്. എല്ലാ ചോദ്യങ്ങളും ഈ 2021 മുതൽ 2024 വരെ നടന്നിട്ടുള്ള എല്ലാ 10th ലെവൽ പ്രിലിംസിൻ്റെ ക്വസ്റ്റ്യൻസും നമ്മൾ കംപ്ലീറ്റ് ചെയ്യുന്നതായിരിക്കും എക്സാമിന് മുന്നേ. അപ്പോൾ നിങ്ങൾ എല്ലാവരും സപ്പോർട്ടോടു കൂടി ഉണ്ടാവണം. ക്വസ്റ്റ്യൻസ് വ്യക്തമായി വായിച്ച് മനസ്സിലാക്കി ആൻസർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം. അതിനു മുമ്പായിട്ട് ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അതോടൊപ്പം ഫ്രണ്ട്സിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്തെത്തിക്കുക. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം. എല്ലാവർക്കും ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിലെ ആദ്യത്തെ ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറഞ്ഞാൽ 10th പ്രിലിംസ് വന്നതിന് ശേഷമുള്ള ആദ്യത്തെ ക്വസ്റ്റ്യനാണ്. 2021 5 ഘട്ടങ്ങളായിട്ടാണ് 10th പ്രിലിംസ് എക്സാം നടന്നത്. അതിലെ ആദ്യത്തെ സ്റ്റേജിലെ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത്. ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് എന്ന് പറഞ്ഞാൽ 029/2021 ആണ് ഈ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ കോഡ്. എ കോഡാണ്, നോട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസ് നോക്കാം. ആദ്യത്തെ ചോദ്യം ഇതാണ്: കേരള സർക്കാരിൻ്റെ 2020 സ്വാതി പുരസ്കാരം നേടിയതാര്? കേരള സർക്കാരിൻ്റെ 2020 സ്വാതി പുരസ്കാരം നേടിയതാരാണ്? ഫൈനൽ ആൻസർ കീ പ്രകാരം ഉത്തരം ഓപ്ഷൻ ഡി ആണ്. ഡോക്ടർ എൽ സുബ്രഹ്മണ്യം. ഡോക്ടർ എൽ സുബ്രഹ്മണ്യമാണ് ശരിയായ ഉത്തരം. ഇനി രണ്ടാമത്തെ ചോദ്യം: പ്രശസ്ത തിരക്കഥാകൃത്തും സംവിധായകനുമായിരുന്ന സച്ചി 2020 ജൂൺ 18 അന്തരിച്ചു. അദ്ദേഹത്തിൻ്റെ പൂർണ്ണമായ പേര് എന്താണ്? ഉത്തരം KR സച്ചിദാനന്ദൻ. KR സച്ചിദാനന്ദൻ. അടുത്തത് മൂന്നാമത്തെ ചോദ്യമാണ്: കോട്ടയത്തെ KR നാരായണൻ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ വിഷ്വൽ സയൻസ് ആൻഡ് ആർട്സിൻ്റെ ചെയർമാനായി നിയമിതനായത് ആര്? കോട്ടയത്തെ KR നാരായണൻ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ വിഷ്വൽ സയൻസ് ആൻഡ് ആർട്സിൻ്റെ ചെയർമാനായി നിയമിതനായത് ആര്? ഉത്തരം ഓപ്ഷൻ സി അടൂർ ഗോപാലകൃഷ്ണൻ. അടൂർ ഗോപാലകൃഷ്ണനാണ് ഉത്തരം. അടുത്തത് നാലാമത്തെ ചോദ്യമാണ്: കേരളത്തിലെ ആദ്യത്തെ പൈതൃക ബീച്ച്. കേരളത്തിലെ ആദ്യത്തെ പൈതൃക ബീച്ച് ഏതാണ്? ഉത്തരം അഴീക്കോട് മുനയ്ക്കൽ ഡോൾഫിൻ ബീച്ച്. അഴീക്കോട് മുനയ്ക്കൽ ഡോൾഫിൻ ബീച്ച് കേരളത്തിലെ ആദ്യത്തെ പൈതൃക ബീച്ചാണ് അഴീക്കോട് മുനയ്ക്കൽ ഡോൾഫിൻ ബീച്ച്. അടുത്തത് അഞ്ചാമത്തെ ചോദ്യം. ഇത് ക്യാൻസൽ ചെയ്ത ചോദ്യമാണ്. അടുത്തത് നോക്കാം. ആറാമത്തെ ചോദ്യം: 2020 ന്യൂയോർക്ക് ഫിലിം ഫെസ്റ്റിവലിൽ മികച്ച സംവിധായകനായി തിരഞ്ഞെടുക്കപ്പെട്ടത്? 2020 ന്യൂയോർക്ക് ഇന്ത്യൻ ഫിലിം ഫെസ്റ്റിവലിൽ മികച്ച സംവിധായകനായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ്? ഉത്തരം അജൽ മിത്ര.
ഓപ്ഷൻ എ അജൽ മിത്രയാണ് ശരിയായ ഉത്തരം. അടുത്തത് 7ാമത്തെ ചോദ്യം. ദേശീയ യുവജന ദിനാഘോഷത്തിന്റെ ഭാഗമായി 2020 നാഷണൽ യൂത്ത് ഫെസ്റ്റിവൽ സംഘടിപ്പിച്ചത് എവിടെ? ദേശീയ യുവജന ദിനാഘോഷത്തിന്റെ ഭാഗമായി 2020 നാഷണൽ യൂത്ത് ഫെസ്റ്റിവൽ സംഘടിപ്പിച്ചത് എവിടെ? ഉത്തരം ഓപ്ഷൻ എ ലക്നൗ. ഓപ്ഷൻ എ ലക്നൗ ആണ് ഉത്തരം. അടുത്തത് 8ാമത്തെ ചോദ്യം. 2020 രാജ്യാന്തര യോഗാ ദിനത്തിന് വേദിയായ സ്ഥലം. 2020 രാജ്യാന്തര യോഗാ ദിനത്തിന് വേദിയായ സ്ഥലം. ഉത്തരം ഓപ്ഷൻ ബി ലേ. ഓപ്ഷൻ ബി ലേ. അടുത്തത് 9ാമത്തെ ചോദ്യമാണ്. നാഷണൽ ബുക്ക് ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ 2020 ജനുവരിയിൽ വേൾഡ് ബുക്ക് ഫെയർ നടന്നതെവിടെ? നാഷണൽ ബുക്ക് ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ 2020 ജനുവരിയിൽ വേൾഡ് ബുക്ക് ഫെയർ നടന്നത് എവിടെ? ഉത്തരം ഓപ്ഷൻ ബി ന്യൂഡൽഹി. ഓപ്ഷൻ ബി ന്യൂഡൽഹി. അടുത്തത് 10ാമത്തെ ചോദ്യമാണ്. 2020 കോമൺവെൽത്ത് ചെറുകഥാ പുരസ്കാരം നേടിയ ഇന്ത്യൻ സാഹിത്യകാരി. 2020 കോമൺവെൽത്ത് ചെറുകഥാ പുരസ്കാരം നേടിയ ഇന്ത്യൻ സാഹിത്യകാരി. ഉത്തരം ഓപ്ഷൻ ഡി കൃത്തിക് പാണ്ഡെ. ഓപ്ഷൻ ഡി കൃത്തിക് പാണ്ഡെ. 11ാമത്തെ ചോദ്യം. ചുവടെ ചേർത്തിട്ടുള്ളവയിൽ ഇന്ത്യയേക്കാൾ വലിപ്പമുള്ള രാജ്യം ഏതാണ്? ചുവടെ ചേർത്തിട്ടുള്ളവയിൽ ഇന്ത്യയേക്കാൾ വലിപ്പമുള്ള രാജ്യം ഏതാണ്? ഉത്തരം ഓപ്ഷൻ എ ബ്രസീൽ. ഓപ്ഷൻ എ ബ്രസീൽ. അടുത്തത് 12ാമത്തെ ചോദ്യമാണ്. ഇന്ത്യയുടെ അക്ഷാംശ വ്യാപ്തി. ഇന്ത്യയുടെ അക്ഷാംശ വ്യാപ്തി എത്രയാണ്? ഉത്തരം ഓപ്ഷൻ ബി ആണ്. 8 ഡിഗ്രി 4 വടക്കിനും 37 ഡിഗ്രി 6 വടക്കിനും ഇടയിലാണ് ഇന്ത്യയുടെ അക്ഷാംശ വ്യാപ്തി. അടുത്തത് 13ാമത്തെ ചോദ്യം. ഇന്ത്യയിലെ ഏറ്റവും വലിയ പീഠഭൂമി. ഇന്ത്യയിലെ ഏറ്റവും വലിയ പീഠഭൂമി ഏതാണ്? ഡെക്കാൻ പീഠഭൂമി. ഉത്തരം ഡെക്കാൻ പീഠഭൂമി. അടുത്തത് 14ാമത്തെ ചോദ്യം. ഹിൽ സ്റ്റേഷനുകളുടെ രാജകുമാരി എന്നറിയപ്പെടുന്ന സുഖവാസ കേന്ദ്രം. ഹിൽ സ്റ്റേഷനുകളുടെ രാജകുമാരി എന്നറിയപ്പെടുന്ന സുഖവാസ കേന്ദ്രം. ഉത്തരം ഓപ്ഷൻ ബി കൊടൈക്കനാൽ. ഓപ്ഷൻ ബി കൊടൈക്കനാൽ. അടുത്തത് 15ാമത്തെ ചോദ്യം. ബംഗാൾ ഉൾക്കടൽ നദീവ്യൂഹത്തിൽ ഉൾപ്പെടാത്ത നദി. ബംഗാൾ ഉൾക്കടൽ നദീവ്യൂഹത്തിൽ ഉൾപ്പെടാത്ത നദി. ഉത്തരം ഓപ്ഷൻ സി നർമ്മദ. ഓപ്ഷൻ സി നർമ്മദ. 16ാമത്തെ ചോദ്യം. ഇന്ത്യയിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന എയർപോർട്ടായ ലേ ഏത് നദിക്കരയിലാണ്? ഇന്ത്യയിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന എയർപോർട്ടായ ലേ ഏത് നദിക്കരയിലാണ്? ഉത്തരം ഓപ്ഷൻ സി സിന്ധു. ഓപ്ഷൻ സി സിന്ധു. 17ാമത്തെ ചോദ്യം. മൺസൂൺ എന്ന വാക്ക് ഏത് ഭാഷയിൽ നിന്നെടുത്തതാണ്? മൺസൂൺ എന്ന വാക്ക് ഏത് ഭാഷയിൽ നിന്നെടുത്തതാണ്? ഉത്തരം ഓപ്ഷൻ എ അറബി. ഓപ്ഷൻ എ അറബി. 18ാമത്തെ ചോദ്യം. കാൽബൈശാഖി എന്നത് എന്താണ്? ഓപ്ഷൻ എ കാറ്റാണ്. കാറ്റാണ് കാൽബൈശാഖി എന്നത്. 19ാമത്തെ ചോദ്യം. ആസാമിലെ കാസിരംഗ ദേശീയ ഉദ്യാനം ഏത് മൃഗത്തിന് പ്രസിദ്ധമാണ്? ആസാമിലെ കാസിരംഗ ദേശീയ ഉദ്യാനം ഏത് മൃഗത്തിന് പ്രസിദ്ധമാണ്? ഉത്തരം ഓപ്ഷൻ ബി ഒറ്റക്കൊമ്പൻ കാണ്ടാമൃഗം. ഓപ്ഷൻ ബി ഒറ്റക്കൊമ്പൻ കാണ്ടാമൃഗം. അടുത്തത് 20ാമത്തെ ചോദ്യം. ഇന്ത്യയിലെ ഏറ്റവും ഉയരത്തിലുള്ള ദേശീയ ഉദ്യാനം. ഇന്ത്യയിലെ ഏറ്റവും ഉയരത്തിലുള്ള ദേശീയ ഉദ്യാനം. ഉത്തരം ഓപ്ഷൻ ബി കാഞ്ചൻജംഗ ദേശീയ ഉദ്യാനം. ഓപ്ഷൻ ബി കാഞ്ചൻജംഗ ദേശീയ ഉദ്യാനം. 21ാമത്തെ ചോദ്യം. യൂറോപ്പിൽ നിന്നും ഇന്ത്യയിലേക്കുള്ള നാവിക മാർഗം കണ്ടെത്തുക എന്ന ലക്ഷ്യത്തോടെ ഇന്ത്യയിലെത്തിയ പോർച്ചുഗീസ് നാവികൻ. യൂറോപ്പിൽ നിന്നും ഇന്ത്യയിലേക്കുള്ള നാവിക മാർഗം കണ്ടെത്തുക എന്ന ലക്ഷ്യത്തോടെ ഇന്ത്യയിലെത്തിയ പോർച്ചുഗീസ് നാവികൻ. ഉത്തരം ഓപ്ഷൻ സി വാസ്കോഡ് ഗാമ. ഓപ്ഷൻ സി വാസ്കോഡ് ഗാമ. 22ാമത്തെ ചോദ്യം. ഝാൻസി റാണി വീരമൃത്യു വരിച്ച വർഷം. ഝാൻസി റാണി വീരമൃത്യു മരിച്ച വർഷം 1858. ഓപ്ഷൻ എ 1858. 23ാമത്തെ ചോദ്യം. ഏത് ഗവർണർ ജനറലിന്റെ കാലത്താണ് ബനാറസ് ഉടമ്പടി ഒപ്പുവെച്ചത്? ഏത് ഗവർണർ ജനറലിന്റെ കാലത്താണ് ബനാറസ് ഉടമ്പടി ഒപ്പുവെച്ചത്?
ഉത്തരം ഓപ്ഷൻ എ വാറൻ ഹോസ്റ്റിങ്സ്. 24ാമത്തെ ചോദ്യമാണ് അടുത്തത്. ഇന്ത്യയുടെ മത സാമൂഹിക പരിഷ്കരണ രംഗത്ത് ഏറ്റവും കൂടുതൽ സംഭാവനയർപ്പിച്ച പ്രസ്ഥാനം. ഇന്ത്യയുടെ മത സാമൂഹിക പരിഷ്കരണ രംഗത്ത് ഏറ്റവും കൂടുതൽ സംഭാവന അർപ്പിച്ച പ്രസ്ഥാനം. ഉത്തരം ഓപ്ഷൻ ഡി ബ്രഹ്മസമാജം. ഓപ്ഷൻ ഡി ബ്രഹ്മസമാജം. 25ാമത്തെ ചോദ്യം. ഏതു വർഷമാണ് ആത്മീയ സഭ രൂപീകരിച്ചത്? ഏതു വർഷമാണ് ആത്മീയ സഭ രൂപീകരിച്ചത്? ഓപ്ഷൻ ബി 1815. ഓപ്ഷൻ ബി 1815. 26ാമത്തെ ചോദ്യം. പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പുവെച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി. പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പുവെച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി. ഓപ്ഷൻ എ ജവഹർലാൽ നെഹ്റു. ഓപ്ഷൻ എ ജവഹർലാൽ നെഹ്റു. 27ാമത്തെ ചോദ്യം. പയ്യന്നൂരിൽ നടന്ന 4ാം അഖില കേരള രാഷ്ട്രീയ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചത്. പയ്യന്നൂരിൽ നടന്ന 4ാം അഖില കേരള രാഷ്ട്രീയ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചത്. ഉത്തരം ഓപ്ഷൻ എ ജവഹർലാൽ നെഹ്റു. ഓപ്ഷൻ എ ജവഹർലാൽ നെഹ്റു. 28ാമത്തെ ചോദ്യം. ഗാന്ധിജി ഇന്ത്യയിൽ നടത്തിയ ആദ്യത്തെ സത്യാഗ്രഹം. ഗാന്ധിജി ഇന്ത്യയിൽ നടത്തിയ ആദ്യത്തെ സത്യാഗ്രഹം. ഓപ്ഷൻ സി ചമ്പാരൻ സത്യാഗ്രഹം. ഓപ്ഷൻ സി ചമ്പാരൻ സത്യാഗ്രഹം. 29ാമത്തെ ചോദ്യം. ഇന്ത്യയിലെ ആദ്യത്തെ ഉപരാഷ്ട്രപതി. ഇന്ത്യയിലെ ആദ്യത്തെ ഉപരാഷ്ട്രപതി. ഓപ്ഷൻ സി ഡോക്ടർ എസ് രാധാകൃഷ്ണൻ. ഓപ്ഷൻ സി ഡോക്ടർ എസ് രാധാകൃഷ്ണൻ. 30ാമത്തെ ചോദ്യം. ഒരു സംസ്ഥാനത്തെ ഗവർണർ ആയതിനു ശേഷം പ്രസിഡന്റായ ആദ്യ വ്യക്തി. ഒരു സംസ്ഥാനത്തെ ഗവർണർ ആയതിനു ശേഷം പ്രസിഡന്റായ ആദ്യ വ്യക്തി. ഉത്തരം ഓപ്ഷൻ സി ഡോക്ടർ സക്കീർ ഹുസൈൻ. ഡോക്ടർ സക്കീർ ഹുസൈൻ. 31ാമത്തെ ചോദ്യം. ഇന്ത്യൻ ഭരണഘടനയുടെ 3ാം ഭാഗത്തിൽ പ്രതിപാദിച്ചിരിക്കുന്നത്. ഇന്ത്യൻ ഭരണഘടനയുടെ 3ാം ഭാഗത്തിൽ പ്രതിപാദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ മൗലിക അവകാശങ്ങൾ. ഓപ്ഷൻ എ മൗലിക അവകാശങ്ങൾ. 32ാമത്തെ ചോദ്യം. മൗലിക അവകാശങ്ങൾ ഉൾപ്പെടെ ഭരണഘടനയുടെ ഏത് ഭാഗവും ഭേദഗതി ചെയ്യുവാൻ പാർലമെന്റിന് അധികാരമുണ്ടെന്ന് വ്യവസ്ഥ ചെയ്ത ഭേദഗതി. മൗലിക അവകാശങ്ങൾ ഉൾപ്പെടെ ഭരണഘടനയുടെ ഏത് ഭാഗവും ഭേദഗതി ചെയ്യുവാൻ പാർലമെന്റിന് അധികാരമുണ്ടെന്ന് വ്യവസ്ഥ ചെയ്ത ഭേദഗതി. ഓപ്ഷൻ ബി 24ാം ഭേദഗതി. ഓപ്ഷൻ ബി 24ാം ഭേദഗതി. 33ാമത്തെ ചോദ്യം. സ്വത്ത് സമ്പാദിക്കാനും സംരക്ഷിക്കാനുമുള്ള മൗലിക അവകാശത്തെ നിയമാവകാശമാക്കി മാറ്റിയ ഭരണഘടനാ ഭേദഗതി. സ്വത്ത് സമ്പാദിക്കാനും സംരക്ഷിക്കുവാനുമുള്ള മൗലിക അവകാശത്തെ നിയമാവകാശമാക്കി മാറ്റിയ ഭരണഘടനാ ഭേദഗതി. ഉത്തരം ഓപ്ഷൻ എ 44ാം ഭേദഗതി. ഓപ്ഷൻ എ 44ാം ഭേദഗതി. അടുത്തത് 34ാമത്തെ ചോദ്യം. പൊതുനിയമനങ്ങളിൽ അവസര സമത്വം ഉറപ്പു നൽകുന്ന ഭരണഘടനാ വകുപ്പ്. പൊതുനിയമനങ്ങളിൽ അവസര സമത്വം ഉറപ്പു നൽകുന്ന ഭരണഘടനാ വകുപ്പ്. ഉത്തരം ഓപ്ഷൻ ബി അനുച്ഛേദം 16. ഓപ്ഷൻ ബി അനുച്ഛേദം 16. 35ാമത്തെ ചോദ്യം. അടിയന്തരാവസ്ഥ കാലത്ത് മൗലിക അവകാശങ്ങൾ നിഷേധിക്കപ്പെടുന്നത് ഏതു വകുപ്പ് പ്രകാരമാണ്? അടിയന്തരാവസ്ഥ കാലത്ത് മൗലിക അവകാശങ്ങൾ നിഷേധിക്കപ്പെടുന്നത് ഏതു വകുപ്പ് പ്രകാരമാണ്? ഉത്തരം ഓപ്ഷൻ ബി വകുപ്പ് 359. വകുപ്പ് 359. 36ാമത്തെ ചോദ്യം. ഇന്ത്യയിൽ മനുഷ്യാവകാശ സംരക്ഷണ നിയമം നിലവിൽ വന്ന വർഷം. ഇന്ത്യയിൽ മനുഷ്യാവകാശ സംരക്ഷണ നിയമം നിലവിൽ വന്ന വർഷം. ഓപ്ഷൻ ബി 1993. 1993. 37ാമത്തെ ചോദ്യം. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനെയും അംഗങ്ങളെയും നിയമിക്കുന്നത്. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനെയും അംഗങ്ങളെയും നിയമിക്കുന്നത്. ഓപ്ഷൻ ഡി ഗവർണർ. ഉത്തരം ഓപ്ഷൻ ഡി ഗവർണർ. 38ാമത്തെ ചോദ്യം. താഴെ പറയുന്നവരിൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിൽ എക്സ് ഒഫീഷ്യോ മെമ്പർ അല്ലാത്തത് ആര്? താഴെ പറയുന്നവരിൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിൽ എക്സ് ഒഫീഷ്യോ മെമ്പർ അല്ലാത്തത് ആര്? ഉത്തരം ഓപ്ഷൻ എ കേന്ദ്ര നിയമകാര്യ വകുപ്പ് മന്ത്രി. കേന്ദ്ര നിയമകാര്യ വകുപ്പ് മന്ത്രി. 39ാമത്തെ ചോദ്യം.
സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ അംഗങ്ങളെ ശുപാർശ ചെയ്യുന്ന കമ്മിറ്റിയുടെ ചെയർമാൻ. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ അംഗങ്ങളെ ശുപാർശ ചെയ്യുന്ന മനുഷ്യാവകാശ കമ്മിറ്റിയുടെ ചെയർമാൻ ആരാണെന്നാണ് ചോദ്യം. ഉത്തരം ഓപ്ഷൻ ബി, മുഖ്യമന്ത്രി. ഓപ്ഷൻ ബി, മുഖ്യമന്ത്രി. 40-ാമത്തെ ചോദ്യം, ദേശീയ വനിതാ കമ്മീഷനിലെ ആദ്യ പുരുഷ അംഗമാര്? ദേശീയ വനിതാ കമ്മീഷനിലെ ആദ്യ പുരുഷ അംഗം. ഉത്തരം ഓപ്ഷൻ ഡി, അലോക് റാവത്ത്. ഓപ്ഷൻ ഡി, അലോക് റാവത്ത്. 41-ാമത്തെ ചോദ്യം, കേരളത്തിലെ വടക്കേ അറ്റത്തുള്ള പഞ്ചായത്ത്? കേരളത്തിലെ വടക്കേ അറ്റത്തുള്ള പഞ്ചായത്ത്. ഉത്തരം ഓപ്ഷൻ എ, മഞ്ചേശ്വരം. ഓപ്ഷൻ എ, മഞ്ചേശ്വരം. 42-ാമത്തെ ചോദ്യം, ഇന്ത്യയുടെ ആകെ വിസ്തൃതിയിൽ എത്ര ശതമാനമാണ് കേരളം? ഇന്ത്യയുടെ ആകെ വിസ്തൃതിയിൽ എത്ര ശതമാനമാണ് കേരളം? ഓപ്ഷൻ ബി, 1.18%. 43-ാമത്തെ ചോദ്യം, കേരളത്തിലെ കളിമൺ നിക്ഷേപം കൂടുതലുള്ള പ്രദേശം? കേരളത്തിലെ കളിമൺ നിക്ഷേപം കൂടുതലുള്ള പ്രദേശം. ഉത്തരം ഓപ്ഷൻ സി, കുണ്ടറ. ഓപ്ഷൻ സി, കുണ്ടറ. അടുത്തത് 44-ാമത്തെ ചോദ്യമാണ്, മണ്ണിനെ കുറിച്ചുള്ള പഠനം ഏതു പേരിലാണ് അറിയപ്പെടുന്നത്? മണ്ണിനെ കുറിച്ചുള്ള പഠനം ഏതു പേരിലാണ് അറിയപ്പെടുന്നത്? ഓപ്ഷൻ എ, പെഡോളജി. ഓപ്ഷൻ എ, പെഡോളജി. 45-ാമത്തെ ചോദ്യം, വംശനാശ ഭീഷണി നേരിടുന്ന സിംഹവാലൻ കുരങ്ങുകൾ പ്രധാനമായും കാണപ്പെടുന്ന കേരളത്തിലെ ദേശീയ ഉദ്യാനം? വംശനാശ ഭീഷണി നേരിടുന്ന സിംഹവാലൻ കുരങ്ങുകൾ പ്രധാനമായും കാണപ്പെടുന്ന കേരളത്തിലെ ദേശീയ ഉദ്യാനം. ഉത്തരം ഓപ്ഷൻ ബി, സൈലന്റ് വാലി. ഓപ്ഷൻ ബി, സൈലന്റ് വാലി. അടുത്തത് 46-ാമത്തെ ചോദ്യം, തനിമ, കൃതിക എന്നീ പദ്ധതികൾ ഏത് മേഖലയുമായി ബന്ധപ്പെട്ട കേരള സർക്കാർ നടപ്പാക്കുന്നവയാണ്? തനിമ, കൃതിക എന്നീ പദ്ധതികൾ ഏത് മേഖലയുമായി ബന്ധപ്പെട്ട് കേരള സർക്കാർ നടപ്പാക്കുന്നവയാണ്? ഉത്തരം ഓപ്ഷൻ ബി, കൈത്തറി. ഓപ്ഷൻ ബി, കൈത്തറി. 47-ാമത്തെ ചോദ്യം, ഇൻഡോ നോർവീജിയൻ ഫിഷറീസ് കമ്മ്യൂണിറ്റി പ്രൊജക്റ്റ്. ഇൻഡോ നോർവീജിയൻ ഫിഷറീസ് കമ്മ്യൂണിറ്റി പ്രൊജക്റ്റ്. ഉത്തരം ഓപ്ഷൻ സി, നീണ്ടകര. ഓപ്ഷൻ സി, നീണ്ടകര. 48-ാമത്തെ ചോദ്യം, KSEBയുടെ ഏറ്റവും വലിയ ഡീസൽ പവർ പ്ലാന്റ്? KSEBയുടെ ഏറ്റവും വലിയ ഡീസൽ പവർ പ്ലാന്റ്. ഉത്തരം ഓപ്ഷൻ ബി, ബ്രഹ്മപുരം. ഓപ്ഷൻ ബി, ബ്രഹ്മപുരം. അടുത്തത്, കേരളത്തിലെ സ്വർണ്ണ നിക്ഷേപം കൂടുതലുള്ള സ്ഥലമേതാണ്? കേരളത്തിൽ സ്വർണ്ണ നിക്ഷേപം കൂടുതലുള്ള സ്ഥലമേതാണ്? ഉത്തരം ഓപ്ഷൻ എ, നിലമ്പൂർ. ഓപ്ഷൻ എ, നിലമ്പൂർ. 50-ാമത്തെ ചോദ്യം, കേരളത്തിലൂടെ കടന്നു പോകുന്ന ദേശീയ പാത 183 ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ? കേരളത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാത 183 ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ. ഉത്തരം ഓപ്ഷൻ ഡി, ഡിണ്ടിഗൽ, കൊല്ലം. ഓപ്ഷൻ ഡി, ഡിണ്ടിഗൽ, കൊല്ലം. 51-ാമത്തെ ചോദ്യം, കേരളത്തിലെ വിവേകാനന്ദൻ എന്നറിയപ്പെടുന്നത് ആര്? കേരളത്തിലെ വിവേകാനന്ദൻ എന്നറിയപ്പെടുന്നത് ആര്? ഉത്തരം ഓപ്ഷൻ ബി, ആഗമാനന്ദ സ്വാമി. ഓപ്ഷൻ ബി, ആഗമാനന്ദ സ്വാമി. 52-ാമത്തെ ചോദ്യം, 1114 കഥ എന്ന കൃതി രചിച്ചത് ആരാണ്? 1114 കഥ എന്ന കൃതി രചിച്ചത് ആരാണ്? ഉത്തരം ഓപ്ഷൻ ബി, അക്കാമ ചെറിയാൻ. ഓപ്ഷൻ ബി, അക്കാമ ചെറിയാൻ. 53-ാമത്തെ ചോദ്യം, തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിന്റെ ആക്ടിംഗ് പ്രസിഡന്റായ ആദ്യ വനിത? തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിന്റെ ആക്ടിംഗ് പ്രസിഡന്റായ ആദ്യ വനിത? ഉത്തരം ഓപ്ഷൻ ഡി, അക്കാമ ചെറിയാൻ. ഓപ്ഷൻ ഡി, അക്കാമ ചെറിയാൻ. 54-ാമത്തെ ചോദ്യം, 1909 അയ്യങ്കാളി കേരളത്തിലെ ആദ്യത്തെ കർഷക സമരം സംഘടിപ്പിച്ചത് എവിടെയാണ്? 1909 അയ്യങ്കാളി കേരളത്തിലെ ആദ്യത്തെ കർഷക സമരം സംഘടിപ്പിച്ചത് എവിടെയാണ്? ഉത്തരം ഓപ്ഷൻ ഡി, വെങ്ങാനൂർ. ഓപ്ഷൻ ഡി, വെങ്ങാനൂർ. 55-ാമത്തെ ചോദ്യം, 1833 ശുചീന്ദ്രം രഥോത്സവത്തിന് അവർണരുമൊത്ത് തേരിന്റെ വടം പിടിച്ച് പ്രതിഷേധിച്ച നവോത്ഥാന നായകൻ? ഉത്തരം ഓപ്ഷൻ ബി, വൈകുണ്ഠസ്വാമികൾ. ഓപ്ഷൻ ബി, വൈകുണ്ഠസ്വാമികൾ. 56-ാമത്തെ ചോദ്യം, എവിടെ നിന്നുള്ള ബ്രിട്ടീഷ് സൈന്യമാണ് ആറ്റിങ്ങൽ കലാപം അടിച്ചമർത്തിയത്? എവിടെ നിന്നുള്ള ബ്രിട്ടീഷ് സൈന്യമാണ്
ആറ്റിങ്ങൽ കലാപം അടിച്ചമർത്തിയത്? ഉത്തരം ഓപ്ഷൻ ഡി തലശ്ശേരി. ഓപ്ഷൻ ഡി തലശ്ശേരി. 57-ാമത്തെ ചോദ്യം, ഒന്നാം പഴശ്ശി കലാപം അവസാനിച്ച വർഷം? ഒന്നാം പഴശ്ശി കലാപം അവസാനിച്ച വർഷം? ഉത്തരം ഓപ്ഷൻ സി 1797. 1797. 58-ാമത്തെ ചോദ്യം, കുരുമുളകിന്റെ വ്യാപാര കുത്തക ബ്രിട്ടീഷുകാർ സ്വന്തമാക്കിയതും ബന്ധപ്പെട്ടുണ്ടായ കലാപം? ഉത്തരം ഓപ്ഷൻ ഡി അഞ്ചുതെങ്ങ് കലാപം. അടുത്തത്, ഏതു വിപ്ലവത്തിന് സാക്ഷ്യം വഹിച്ച മലയാണ് പുരളിമല? ഏത് വിപ്ലവത്തിന് സാക്ഷ്യം വഹിച്ച മലയാണ് പുരളിമല? ഉത്തരം ഓപ്ഷൻ ഡി പഴശ്ശി വിപ്ലവം. ഓപ്ഷൻ ഡി പഴശ്ശി വിപ്ലവം. 60-ാമത്തെ ചോദ്യം, ഉപ്പ് സത്യാഗ്രഹത്തെ തുടർന്ന് AKG അറസ്റ്റ് വരിച്ച വർഷം? ഉത്തരം ഓപ്ഷൻ സി 1930. അടുത്തത്, മനുഷ്യനിൽ രൂപം കൊള്ളുന്ന സ്ഥിരദന്തങ്ങളുടെ എണ്ണം? മനുഷ്യനിൽ രൂപം കൊള്ളുന്ന സ്ഥിരദന്തങ്ങളുടെ എണ്ണം? ഓപ്ഷൻ ബി 32. 62-ാമത്തെ ചോദ്യം, മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ഭാരം കുറഞ്ഞ അവയവം? മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ഭാരം കുറഞ്ഞ അവയവം? ഉത്തരം ഓപ്ഷൻ സി ശ്വാസകോശം. ഓപ്ഷൻ സി ശ്വാസകോശം. 63-ാമത്തെ ചോദ്യം, മനുഷ്യ ശരീരത്തിൽ രക്തം കട്ടപിടിക്കുന്നതിനാവശ്യമായ വസ്തു നിർമ്മിക്കപ്പെടുന്നത് എവിടെയാണ്? ഓപ്ഷൻ സി കരൾ. അടുത്തത്, ശരീരത്തിലെ അനൈച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗം? ശരീരത്തിലെ അനൈച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗം? ഉത്തരം ഓപ്ഷൻ എ മെഡുല്ല ഒബ്ലാങ്കേറ്റ. മെഡുല്ല ഒബ്ലാങ്കേറ്റ. അടുത്തത് 65-ാമത്തെ ചോദ്യം, മദ്യം ബാധിക്കുന്ന തലച്ചോറിന്റെ ഭാഗം? മദ്യം ബാധിക്കുന്ന തലച്ചോറിന്റെ ഭാഗം? ഓപ്ഷൻ ഡി സെറിബെല്ലം. ഓപ്ഷൻ ഡി സെറിബെല്ലം. 66-ാമത്തെ ചോദ്യം, പേശികളെക്കുറിച്ചുള്ള പഠനം? പേശികളെക്കുറിച്ചുള്ള പഠനം എന്താണ്? ഉത്തരം മയോളജി. ഉത്തരം മയോളജി. 67-ാമത്തെ ചോദ്യം, പാകം ചെയ്താൽ നഷ്ടപ്പെടുന്ന വൈറ്റാമിൻ? ഏതാണ് പാകം ചെയ്താൽ നഷ്ടപ്പെടുന്നത്? വിറ്റാമിൻ സി ആണ് പാകം ചെയ്യുമ്പോൾ നഷ്ടപ്പെടുന്നത്. പാകം ചെയ്യുമ്പോൾ നഷ്ടപ്പെടുന്ന വിറ്റാമിൻ ഏതാണ്? വിറ്റാമിൻ സി. 68-ാമത്തെ ചോദ്യം, ചുവടെ ചേർത്തിട്ടുള്ളവയിൽ വൈറ്റമിൻ എച്ച് എന്നറിയപ്പെടുന്നത് ഏതാണ്? ചുവടെ ചേർത്തിട്ടുള്ളവയിൽ വൈറ്റമിൻ എച്ച് എന്നറിയപ്പെടുന്നത്? ഉത്തരം ബയോട്ടിൻ. ഉത്തരം ബയോട്ടിൻ. അടുത്തത്, സെഹദ് എന്ന ടെലിമെഡിസിൻ പദ്ധതിയുമായി സഹകരിച്ച ആദ്യ ആശുപത്രി? സെഹദ് എന്ന ടെലിമെഡിസിൻ പദ്ധതിയുമായി സഹകരിച്ച ആദ്യ ആശുപത്രി? ഉത്തരം ഓപ്ഷൻ ബി അപ്പോളോ ഹോസ്പിറ്റൽ. 70-ാമത്തെ ചോദ്യം, റേച്ചൽ കാഴ്സൺ രചിച്ച സൈലന്റ് സ്പ്രിംഗ് എന്ന ഗ്രന്ഥത്തിലെ പ്രതിപാദ്യ വിഷയം എന്താണ്? ഉത്തരം ഓപ്ഷൻ എ DDT. 71-ാമത്തെ ചോദ്യം, ഒരു മൂലകത്തിന്റെ രാസപ്രവർത്തനത്തിൽ നിർണായക പങ്കുവഹിക്കുന്ന ആറ്റോമിക കണികകൾ ഏവ? ഉത്തരം ഓപ്ഷൻ എ ഇലക്ട്രോൺ. 72-ാമത്തെ ചോദ്യം, കലാമിൻ ഏത് ലോഹത്തിന്റെ അയിരാണ്? ഓപ്ഷൻ സി സിങ്ക്. ഭാവിയിലെ ഇന്ധനം എന്നറിയപ്പെടുന്നത് ഏതാണ്? ഉത്തരം ഓപ്ഷൻ ഡി ഹൈഡ്രജൻ. 74-ാമത്തെ ചോദ്യം, ബാത്തിങ് സോപ്പ് നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന പൊട്ടാസ്യം സംയുക്തം? ഉത്തരം ഓപ്ഷൻ സി പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ്. അടുത്തത് 75-ാമത്തെ ചോദ്യം, ലൈസൻസ് പരീക്ഷണത്തിലൂടെ തിരിച്ചറിയുന്നതിന് സാധിക്കാത്ത മൂലകം ഏത്? ലൈസൻസ് പരീക്ഷണത്തിലൂടെ തിരിച്ചറിയാൻ സാധിക്കാത്ത മൂലകം ഏത്? ഉത്തരം ഓപ്ഷൻ സി ഓക്സിജൻ. 76-ാമത്തെ ചോദ്യം, പ്രവൃത്തി ചെയ്യാനുള്ള കഴിവ് എന്താണ്? പ്രവൃത്തി ചെയ്യാനുള്ള കഴിവിനെയാണ് ഊർജം എന്ന് പറയുന്നത്. 77-ാമത്തെ ചോദ്യം, ചുറ്റുപാടുകളെ അപേക്ഷിച്ച് ഒരു വസ്തുവിനുണ്ടാകുന്ന സ്ഥാനമാറ്റം? ഉത്തരം ഓപ്ഷൻ ബി ചലനം. ഓപ്ഷൻ ബി ചലനം. 78-ാമത്തെ ചോദ്യം, ദ്രവ്യത്തിന് എത്ര അവസ്ഥകളാണുള്ളത്? ദ്രവ്യത്തിന് എത്ര അവസ്ഥകളാണുള്ളത്? ഉത്തരം ഓപ്ഷൻ സി 7 അവസ്ഥകൾ. അടുത്തത് 79-ാമത്തെ ചോദ്യം, 1 ന്യൂട്ടൺ ഈസ് ഈക്വൽ ടു? 1 ന്യൂട്ടൺ എന്ന് പറയുന്നത് എത്രയാണ്? 10⁵ ഡൈൻ ആണ് 1 ന്യൂട്ടൺ എന്ന് പറയുന്നത്. 80-ാമത്തെ ചോദ്യം, സൗരയൂഥത്തിൽ നിന്ന് പുറത്തായ ഗ്രഹം ഏതാണ്? സൗരയൂഥത്തിൽ നിന്നും പുറത്തായ ഗ്രഹം ഏതാണ്? ഉത്തരം ഓപ്ഷൻ ഡി പ്ലൂട്ടോ. ഓപ്ഷൻ ഡി പ്ലൂട്ടോ.
അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ 2021 നടന്നിട്ടുള്ള 10th ലെവൽ പ്രിലിമിനറി പരീക്ഷയുടെ ആദ്യത്തെ പ്രിലിംസ് പരീക്ഷയാണ്. അതിലെ ആദ്യത്തെ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത്. മാത്സിൻ്റെ ക്വസ്റ്റ്യൻ ആൻസറുകൾ ചെയ്യണമെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. 81 മുതലുള്ള 100 വരെയുള്ള ചോദ്യങ്ങൾ നമുക്ക് ചെറിയൊരു വീഡിയോ ആയിട്ട് ചെയ്ത് അപ്ലോഡ് ചെയ്യാം. മാത്സിൻ്റെ വീഡിയോസ് വേണം എന്നുള്ളവരൊന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമ്മൾ ഇന്ന് 80 ചോദ്യങ്ങൾ പഠിച്ചു. വരും ദിവസങ്ങളിൽ ഡെയിലി പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിനെ ബേസ് ചെയ്ത് ക്ലാസ്സുകൾ ഉണ്ടായിരിക്കും. വൈകുന്നേരങ്ങളിൽ രാവിലെ സിലബസ് ബേസ്ഡ് ക്ലാസ്സുകളുമായിരിക്കും അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റുകളായിട്ടിടാം. അപ്പോൾ അടുത്ത ദിവസം മറ്റൊരു ക്ലാസ്സുമായി നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും വിജയാശംസകൾ. താങ്ക്